ഈ വീട്ടിൽ പോലും ശത്രുക്കളെ പ്രതീക്ഷിക്കണം ശക്തി. അല്ലുവാണോ? അവൻ മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇവിടെയുണ്ടാകും. ആരുടെയും പേരവൻ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. വീരഭദ്രസേനനെ കുറിച്ച് ശക്തിശ്രീ അറിയാതെ പോകുന്ന രഹസ്യങ്ങളിൽ ഒന്നു മാത്രം. നാളെ അച്ഛൻ ചോദിക്കും നമ്മളുടെ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച്. സംശയത്തോടെ നമ്മുടെ ജീവിതം നോക്കിക്കാണുന്നവർക്ക് ഉറപ്പ് കൊടുക്കുന്നത് പോലെ ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാവില്ല ശക്തി. ഈ കളിയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ പിരിഞ്ഞേ മതിയാകൂ. അല്ലെങ്കിൽ നിന്നിലൂടെയാകും അവരെന്നെ തകർക്കാൻ ശ്രമിക്കുക. എനിക്ക് നിന്നെ അകറ്റി നിർത്തിയേ മതിയാകൂ. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ശക്തി. ഒരു താലിയോ നിയമത്തിന്റെ പിൻബലമോ വേണോ നിനക്കെന്നെ വിശ്വസിക്കാൻ? അവൾ വേണ്ടെന്നതുപോലെ തലയാട്ടി. ഇനിയും എന്നോട് പറയാതെ പോകുന്ന വലിയ രഹസ്യങ്ങളുണ്ട് അല്ലേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തുറന്നു പറയാതെ യാതൊന്നും അവളും പറയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. ചില കാര്യങ്ങൾ തുറന്നു പറയാറായിട്ടില്ല ശക്തി. വീരൻ സമ്മതിച്ചുകൊണ്ട് വിശദീകരിച്ചു. അവളും മൂളുക മാത്രം ചെയ്തു. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ശക്തി? എന്തിന്? രഹസ്യങ്ങൾ ഒളിപ്പിച്ചു പിടിക്കുന്നതിനോ? അല്ല, നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ. വിവാഹം ചെയ്യാതെ തന്നെ ഒന്നിച്ചു ജീവിച്ചു തുടങ്ങിയവരാണ് നമ്മൾ, എല്ലാ അർത്ഥത്തിലും ഒന്നായവർ. അപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ ഇത്രത്തോളം ചേർന്നിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പുരുഷന്റെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചില്ലേ? അതിനോളം വലുതായി എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും ചുറ്റുമുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥമില്ലാത്ത ബന്ധങ്ങളെ ചുമക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അഞ്ചു പോലും ചോദിച്ചിട്ടുണ്ട്, എന്ത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന്. ഒപ്പം ജീവിക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരമുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത്. ഈ ജന്മം എനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാനോ ചേർന്ന് നിൽക്കാനോ ആരുമില്ലെന്ന നൊമ്പരം പേര് നടന്ന ഇരവുകൾക്കും പകലുകൾക്കും ഇന്ന് അർത്ഥമുണ്ടായിരിക്കുന്നു. ശക്തി ഭദ്രമായിരിക്കുന്നു. ഇത്രയും മതി എനിക്ക് സന്തോഷിക്കാൻ. അവൾ അത് ആത്മാർത്ഥമായി തന്നെയാണ് പറഞ്ഞത്. പുറമേ നിന്നവരുടെ കാഴ്ച തീർക്കുന്ന അഭിപ്രായമല്ല എന്റെ സന്തോഷവും തൃപ്തിയും. ഞാൻ ആർക്ക് ശല്യമാകരുത്, ഭാരമാകരുത്, ബാധ്യതയുമാകരുത്. ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് സ്നേഹം വെച്ചു നീട്ടിയവരിൽ നിന്ന് വരെ ഞാൻ അകലം പാലിച്ചിട്ടുണ്ട്. എന്റേതായ രഹസ്യങ്ങൾ സൂക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ശക്തി തുറന്നൊരു പുസ്തകമാണ് ഭദ്രേട്ട. നിങ്ങൾക്ക് മാത്രം വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയിൽ ഞാൻ എഴുതി തീർത്ത പുസ്തകം. അതിനർത്ഥം എനിക്ക് ലക്ഷ്യങ്ങളില്ലെന്നല്ല, ചിലതുണ്ട്. അതൊന്നും എന്റേതു മാത്രമായ രഹസ്യങ്ങളല്ല. എന്റേതു മാത്രമായ രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ എനിക്ക് തടസ്സവുമില്ല. അതേപോലെ നിങ്ങളോട് എനിക്ക് ഇനി ഒരിക്കലും പരാതി ഉണ്ടാവില്ല. കാരണം എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ ഈ ഹൃദയത്തിലെ എൻ്റെ സ്ഥാനം. സ്നേഹം അഭിനയിക്കാതെ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കാലവും നമുക്കിടയിൽ ഉണ്ടായാൽ അന്നും എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ കാണൂ. അത്രയും സത്യസന്ധമായി ഉള്ളം തുറന്ന് കാട്ടുന്നവളെ അവളുടെ അവകാശത്തെ നിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടും അതിനേക്കാൾ മികച്ചതായി തന്നെ കാണുന്നവളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് വീരൻ അറിയാതെ പോയി. അവൻ അവൾക്ക് മുമ്പിൽ നിസ്സഹായനായിരുന്നു. ഒരു പെണ്ണ് അവളുടെ പ്രണയം പ്രകടിപ്പിക്കുന്ന രീതിയാൽ അവന് അസൂയ തോന്നിപ്പോയി. നഷ്ടപ്പെടുമെന്ന ഭീതിയില്ലാതെ ജീവിതത്തെ നോക്കിക്കാണുന്നവൾ, ലളിതമായി സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ തനിയെ നിൽക്കുന്നവൾ. അവളുടെ ലോകം വീരനിൽ ചുരുക്കിക്കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു അതിരും കൽപ്പിച്ചിട്ടുണ്ട്. ശക്തി, എനിക്ക് നിന്നെ പോലെ ചിന്തിക്കാൻ വയ്യടി. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമുണ്ട്. മരിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷേ നീ സുരക്ഷിതയായിരിക്കണം. ഇതുവരെ നീ അനുഭവിക്കാതെ പോയ എല്ലാ സന്തോഷങ്ങളും നിനക്ക് നൽകണം. എന്റെ ജീവിതം മുന്നോട്ടു പോകാൻ നിന്റെ പ്രേമം വേണം. നീ അറിയാത്ത രഹസ്യങ്ങളൊന്നും ഇനി വീരന് വേണ്ട. നീ അറിയണം. ഈ അറിവ് മനസ്സിലുണ്ടായാൽ മാത്രം മതി നമ്മുടെ ഐക്യത്തിന്. അതിനു മുമ്പ് എനിക്കൊരു വാക്കു വേണം. വീരൻ കൈ നീട്ടി. വാക്കുതാ ശക്തി, ഇവിടെ നിന്നും സുരക്ഷിതയായി മടങ്ങുമെന്ന്. മറ്റുള്ളവർക്ക്
നീ ഒരു ആയുധമായി മാറില്ലെന്ന്. അറിയാതെ തന്നെ അവൾ തന്റെ വലങ്കൈ അവന്റെ നീട്ടിപ്പിടിച്ച വലങ്കൈ വെള്ളയിൽ ചേർത്തു. എന്റെ കൂടെ കിടന്ന അനേകരിൽ ഒരുവൾ, ശാരീരിക തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ചവൾ, അവിചാരിതമായി ദേവകിയുടെ കുരുക്കിൽ വീണ് വിവാഹത്തിലേക്ക് എത്തിയവൾ. അതിനുമപ്പുറം എനിക്ക് ഈ ബന്ധത്തിൽ യാതൊരു താല്പര്യവുമില്ല. അതാവണം മറ്റുള്ളവർ നമ്മളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ബന്ധം. ഞാനത് ഓരോ തവണയും വിളിച്ചു പറയുകയും ചെയ്യും. പിണങ്ങരുത്, വീരൻ എടുത്തു പറഞ്ഞു. ആലോചിക്കാം. അന്നേരം എനിക്ക് എന്തു തോന്നുന്നുവോ അങ്ങനെയാവും ഞാൻ പെരുമാറുക. ഇത്രയുമൊക്കെ വിളിച്ചു കൂവുന്നവൻ എന്റെ വികാരത്തെയും മാനിക്കണം. നിന്റെ എല്ലാ വികാരത്തെയും ഈ ഭദ്രേട്ടൻ മാനിക്കില്ലേ പൊന്നെ? അവളുടെ കല്ലിച്ച ഭാവം മാറ്റാൻ അവനൊന്ന് അയഞ്ഞു. അയ്യേ പഞ്ചാര, ഇത്രയ്ക്ക് വേണ്ട, പൊടിക്ക് കുറച്ചോ? അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആലോചിക്കാം, നിന്നോടല്ലേ, കൂടുകയേ ഉള്ളൂ. ഞാൻ കുറപ്പിച്ചോളാം. ഇത്രയൊക്കെ ചെയ്യാനും മാത്രം അനു ഭീകരിയാണോ? അവളെ ഭദ്രേട്ടൻ ഇത്രയും ഭയക്കുന്നുണ്ടോ? അവൾ ഒരു കരു മാത്രം. യഥാർത്ഥ വില്ലൻ ദേവനാഥാണ് ശക്തി. ദേവനാഥ്? പുതിയ പേരിൽ ശക്തി മുഖം ചുളിച്ചു. അങ്ങനെ ഒരു പേരുകാരൻ അനുവിനെ ഉപയോഗിക്കുന്നുവെന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദേവനാഥ് വെറും ഒരു വില്ലനല്ല, അവന്റെ പക ന്യായവുമാണ്. അവനുമായി അനുഗ്രഹ കൈകോർത്തിട്ടുണ്ട്. അതേപോലെ നിഖിലയുടെ മിസ്സിങ്ങിലും അവനുണ്ട്. അവനോട് പാലാഴിക്കും ജീവനത്തിനും ബന്ധമുണ്ട്. ശക്തിയുടെ മിഴികൾ കുറുകി. തേടി വന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയതിന്റെ പകപ്പ് അവൾക്കുണ്ടായിരുന്നു. അയാൾ എവിടെയാണ്? അറിയില്ല. ദേവനാഥിനെ അജിത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പല ചോദ്യങ്ങളുടെയും ഉത്തരം അവനിലാണ്. അയാൾ ശരിക്കും ആരാണ് ദേവേട്ട? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെയുള്ളവർക്കുണ്ടാക്കാനും മാത്രമുള്ള ബന്ധം എന്താണ്? ദേവകിയുടെ മകൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവൻനാഥിന്റെ സഹോദരൻ. ജയനാഥിന് ദേവകിയിൽ ജനിച്ചവൻ. ശക്തിയിൽ ഞെട്ടലുണ്ടായി. എന്താ? ഞാൻ പറഞ്ഞതാണ് സത്യം. ദേവകി ആരാണെന്ന് ഞാൻ ഇപ്പോഴാണ് ശക്തി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞതും ഇപ്പോഴാണ്. പകയാണവന്. പാലാഴിയിലുള്ളവരോട് മാത്രമല്ല, ജീവനത്തിലുള്ളവരോടും. എന്തിന്? ശക്തി സംശയത്തോടെ മുഖം ചുളിച്ചു. ദേവകിയുടെ മകനാണ് ദേവനാഥ്. അവന്റെ അച്ഛൻ ജീവനത്തിലെ ജയനാഥ്. അപ്പോൾ പാലാഴിയുമായി അവനെന്ത് ബന്ധമുണ്ടാകുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക്? ശക്തി ഇല്ലെന്നതുപോലെ തലയാട്ടി. ദേവകി, അവർ അച്ഛന്റെ അർദ്ധ സഹോദരിയാണ് ശക്തി. അവൾ അവനെ പകപ്പോടെ നോക്കി. സത്യമാണ്, അച്ചമ്മ തന്നെ തുറന്നു പറഞ്ഞതാണ്. അച്ചമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛന്റെ സ്വഭാവത്തെക്കുറിച്ച്? കേട്ട കാര്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ അവൾ മൂളി. ആ വകയിലുള്ള മകളാണ് ദേവകി. പണ്ട് ഈ തറവാടിന്റെ മുന്നിൽ വന്നു നിന്ന ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മകൾ. സാധാരണ അച്ഛൻ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരുത്താനും പരിഹാരം കണ്ടെത്താനും ഇവിടെയുള്ളവർ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അന്ന് നീതിയും ന്യായവും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അച്ചമ്മ വരെ അവർക്ക് നേരെ മുഖം തിരിച്ചു. ആ പ്രശ്നത്തിന് പിന്നാലെയാണ് അച്ഛനെ ഇവിടെ നിന്നും ഇറക്കി വിടുന്നതും അച്ചമ്മയ്ക്ക് മുഴുവൻ അധികാരങ്ങളും നൽകുന്നതും. ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അച്ഛൻ നേരെ പോയത് ദേവകിയുടെ അമ്മയുടെ അരികിലേക്കാണ്. അച്ഛൻ അത്രയും മോശമായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള പ്രധാന കാരണം ജീവനത്തുകാരാണ്. അവർക്കൊപ്പമോ അല്ലെങ്കിൽ അവർക്കു മീതിയോ പാലാഴിക്കാർ ജനപിന്തുണയോടെ ഉയർന്നു വന്നതിന്റെ ശത്രുത അച്ഛനിലൂടെ തകർത്ത് കളയാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. കള്ളും പെണ്ണും അച്ഛന് നൽകി അവർ വഴിതെറ്റിച്ചു. എന്നിട്ടും വൈദ്യമഠത്തിലെ സുന്ദരിയായ ജാനകിയെ അച്ഛന് വധുവായി കിട്ടിയത് അവർക്ക് ദഹിച്ചില്ല. അച്ഛമ്മയോട് അച്ഛൻ സ്നേഹത്തിൽ തന്നെയായിരുന്നു. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയതുമാണ്. അതിനിടയിലാണ് ഇവിടുത്തെ ജോലിക്കാരികളിൽ ഒരാൾ അച്ഛന്റെ നേരെ ആരോപണമുയർത്തിയത്. യഥാർത്ഥത്തിൽ അച്ഛൻ അക്കാര്യത്തിൽ നിരപരാധിയായിരുന്നു. ആ സ്ത്രീ ജീവനത്തുകാർക്ക് വേണ്ടി കള്ളം പറഞ്ഞതാണ്. അച്ഛമ്മ പോലും അച്ഛനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. മുൻകോപം കുറച്ച് കൂടുതലായതുകൊണ്ടോ ജീവനത്തുള്ളവരുടെ ഉപദേശം കൊണ്ടോ ആരോപണം ഉയർത്തിയ സ്ത്രീയോട് അച്ഛൻ ക്രൂരമായി തന്നെ പക തീർത്തു. ഭർത്താവ് കള്ളമെന്ന് ആരോപിച്ചത് സത്യമായി മുന്നിൽ കണ്ടപ്പോൾ അച്ഛമ്മ തകർന്നുപോയി. അവർക്കിടയിൽ പ്രശ്നങ്ങളായി. ആ സമയത്താണ്
ദേവകിയുടെ അമ്മയുമായി അച്ചച്ചൻ അടുപ്പം പുലർത്തുന്നത്. അവർക്കറിയില്ലായിരുന്നു അച്ചച്ചൻ അവരെ വഞ്ചിക്കുകയാണെന്ന്. അച്ചച്ചനെ തേടി ഇവിടേക്ക് അവർ വരുമ്പോൾ ഗർഭിണിയായിരുന്നു. പിന്നാലെ ഇവിടെ നിന്ന് അച്ചച്ചനെ ഇറക്കി വിട്ടപ്പോൾ അവരുടെ ഒപ്പം അച്ചച്ചൻ കൂടി. അജിത്തിനെ നിനക്കറിയാലോ. അവന്റെ മുത്തച്ഛൻ ഉൾപ്പെടെ ചേട്ടനനിയന്മാരും എന്റെ അച്ചച്ചനുമായിരുന്നു സുഹൃത്തുക്കൾ. അവന്റെ മുത്തച്ഛൻ ഒരു അനിയനുണ്ട്. പുള്ളി പണ്ടേ ദൈവവിശ്വാസിയാണ്. ഒരു ദേശാടന പക്ഷി. വർഷങ്ങളായി അയാൾ ജീവനത്തിൽ വന്നിട്ട്. കൃത്യമായി പറഞ്ഞാൽ അജിത്തിന്റെ ചെറിയമ്മാവൻ ജയേന്ദ്രൻ ആത്മഹത്യ ചെയ്ത ശേഷം ഇവിടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അജിത്തിനൊക്കെ അയാളെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ ആ മുത്തച്ഛനെ കണ്ടെത്തി. അദ്ദേഹത്തോട് എന്റെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് അച്ചമ്മ പറഞ്ഞ കഴിഞ്ഞ കാലത്തെ കുറച്ചുകൂടി വിശദമാക്കി നൽകിയത്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അച്ചച്ചൻ ദേവകിയുടെ അമ്മയുമായി മറ്റൊരു നാട്ടിൽ ജീവിതം തുടങ്ങിയിരുന്നു. പക്ഷെ ജീവനത്തുള്ളവർ അതിന് സമ്മതിച്ചില്ല. പിന്നെയും വഴിതെറ്റിച്ചു. അതിന്റെ ഫലമായി ദേവകിയുടെ അമ്മയുടെ മാനം നഷ്ടപ്പെട്ടു. അതും സ്നേഹിച്ചവന്റെ കൂട്ടുകാർ മൂലം. സത്യങ്ങൾ മനസ്സിലാക്കി കുനിഞ്ഞ ശിരസോടെ അച്ചച്ചൻ അവിടെ നിന്നും പോയി. അത്രമാത്രം കൂട്ടുകാരെ വിശ്വസിച്ചു പോയതല്ലേ. ചതികളെല്ലാം അച്ചച്ചൻ മനസ്സിലാക്കിയിരുന്നു. മരിക്കും മുമ്പ് കുറെ കാലം അജിത്തിന്റെ മുത്തച്ഛന്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായി കഥകൾ അറിയാം. അന്ന് കൈക്കുഞ്ഞുമായി നിസ്സഹായതയോടെ കഴിഞ്ഞ ദേവകിയുടെ അമ്മയ്ക്ക് വേശ്യാവൃത്തി ഒരു മാർഗമായി തുറന്നു കൊടുത്തത് ജീവനത്തുകാർ തന്നെയാണ്. അതായത് അജിത്തിന്റെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവർ. സ്വന്തം ചേട്ടന്മാരുടെ ഈ സ്വഭാവം ആ മുത്തച്ഛന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് എന്റെ മുത്തച്ഛനോട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം നിർബന്ധിച്ചത്. അതിന്റെ ഫലമായി അച്ചച്ചൻ എന്റെ അച്ഛനെ വന്ന് കണ്ടിരുന്നു. എന്റെ അച്ഛന് സെന്റിമെന്റ്സ് കുറച്ച് കൂടുതലാണ്. അച്ഛന് മാത്രമല്ല അച്ഛമ്മയ്ക്കും. രണ്ടാളും പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെയാണ് ദേവകിയെ സംരക്ഷിച്ചത്. അപ്പോൾ അല്ലുവിന് ദേവകി സ്വന്തം അമ്മയുടെ ചേച്ചിയല്ലേ? വീരൻ മുഖം ചുളിച്ചവളെ നോക്കി. അങ്ങനെ ഒരു ബന്ധം ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ ശക്തി, നിനക്കെന്താ പറയാനുള്ളത്? അല്ലുവും ദേവകിയും തമ്മിൽ തമ്മിൽ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ശക്തി താൻ കണ്ട കാര്യം അറപ്പോടെ പറഞ്ഞു. വീരൻ നടുങ്ങിപ്പോയി. കോഴിത്തരമുണ്ടെങ്കിലും പാലാഴിയില്ലാതെ അവൻ പുറത്തെടുക്കുമെന്ന് വീരൻ ചിന്തിച്ചിരുന്നില്ല. അതും അമ്മയെ പോലെ കാണേണ്ട സ്ത്രീയുമായി. ഛേ, അവൻ വീട്ടിലും ഇങ്ങനെയായിരുന്നു. അവനെ സൂക്ഷിക്കണം ശക്തി. അവനും അരുണും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ വരുമ്പോൾ ദേവനാഥുമായും ബന്ധം കണ്ടെന്നു വരാം. അനുഗ്രഹയും ദേവനാഥും അരുണുമെല്ലാം ഒരു കക്ഷിയാണ്. പിന്നെ ജിനു, അവനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ജിനുവോ? ശക്തി പകപ്പോടെ വീരനെ നോക്കി. അവളുടെ അറിവിൽ വീരന് തന്റെ അനിയൻ ജിനുവിനോട് അത്രയധികം സ്നേഹവും കരുതലുമാണല്ലോ. ആ, അവനും ശത്രുപക്ഷത്ത് തന്നെയാണ്. ആട്ടിൻതോലിട്ട ചെന്നായയാണ് അവൻ. നമ്മൾ കാണുന്നതൊന്നുമല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ചിരിച്ച മുഖത്തോടെയും അധികം നിഷ്കളങ്കത നടിക്കുന്നവരെയും ഒരിക്കലും വിശ്വസിക്കരുത്. ഈ മുറിക്ക് പുറത്ത് നമ്മൾ തമ്മിൽ അകൽച്ചയിലായിരിക്കും ശക്തി. പ്രത്യേകിച്ച് അല്ലുവിന്റെ ജിനുവിന്റെ മുമ്പിൽ. നിനക്കിവിടെ വിശ്വസിക്കാവുന്ന ഏക വ്യക്തി അച്ചമ്മ മാത്രമാണ്. മറ്റാരെയും വിശ്വസിക്കരുത്. അപ്പോൾ ഭദ്രേട്ടന്റെ അമ്മയോ? വീരൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അതിനുള്ളിൽ പല അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കൂടുതലൊന്നും അവൻ വിട്ടുപറയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ചർച്ചയാക്കുമ്പോൾ തന്നെ പലർക്കും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. അതിലൂടെ നിന്നെ മറ്റൊരു വിധത്തിൽ നോക്കിക്കാണാൻ സാധ്യതയുണ്ട്. സാരമില്ല, ഞാനത് കൈകാര്യം ചെയ്തോളാം. നിഖില ചേച്ചി ജീവനോടെ കാണുമോ ഭദ്രേട്ടാ? അറിയില്ല. ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് ആരോടും പറയാതെ ഇവിടേക്ക് വന്നത്? ആരോടും പറയാതെയോ? അരവിന്ദ് അതേക്കുറിച്ച് നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇവിടെ വരുമ്പോൾ പറയാമെന്നും ഒപ്പം ഉണ്ടാവണമെന്നും മാത്രമേ ചേച്ചി അരവിയേട്ടനോട് സൂചിപ്പിച്ചിരുന്നുള്ളൂ. അപകടം പിടിച്ച കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് മാമയോട് സൂചിപ്പിച്ചിട്ടാണ് അരവിയേട്ടൻ വന്നത്. നിഖിലയുടെ ജോലി എന്താണെന്ന് നിനക്കറിയുമോ? ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ? അതെ, അവൾ തേടി വന്നതാണ് ദേവനാഥിനെ. അവൾ ചെയ്തുകൊണ്ടിരുന്ന ക്രൈം സ്റ്റോറിയിലെ നായകനായിരുന്നു ദേവനാഥ്. വർഷങ്ങളായി അവൾ അവന് പിന്നാലെ തന്നെയായിരുന്നു.
ഞങ്ങളോട് എല്ലാവരോടും തുറന്നു പറയാൻ തക്ക വിധത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവളുടെ പക്കലുണ്ടായിരുന്നു. ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് അവൾ എനിക്ക് സൂചനയും തന്നതാണ്. ചിലപ്പോൾ ദേവനാഥ് ഈ തറവാട്ടിലെയാണെന്ന് അവൾ കണ്ടെത്തിയിരിക്കാം. വീരൻ തന്റെ ഊഹം വ്യക്തമാക്കി. ഇവിടെ അച്ചമ്മയ്ക്കുൾപ്പെടെ ദേവനാഥിനെ അറിയാം. പക്ഷേ അതൊരു ജയിൽ പുള്ളി എന്ന നിലയിലാണ്. അല്ലാതെ അവനൊരു അധോലോക നായകനായി വളർന്ന കഥ ആർക്കും അറിയില്ല. അവനെ തേടി ചെന്നവർക്ക് കിട്ടുന്ന കഥകൾ വ്യത്യസ്തമാണ്. മാത്രവുമല്ല, ഇപ്പോഴും ദേവനാഥ് എന്ന പേരിൽ മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരുവനുണ്ട്. ഒരു ആൾമാറാട്ടം നടത്തിയാണ് യഥാർത്ഥ ദേവനാഥിന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നിഖില കണ്ടെത്തിയ വിവരങ്ങളിലൂടെയാണ് ഞങ്ങൾ യഥാർത്ഥ ദേവനാഥിലെത്തിയത്. പിന്നെ നികേഷിന്റെ മരണത്തെക്കുറിച്ചും കേസ് പിൻവലിച്ചതിനെക്കുറിച്ചും വീട്ടിലെത്തും മുമ്പ് അവിടുത്തെ അച്ഛൻ ഒരു കത്തിൽ വിശദമായി രാഘവൻ എഴുതിയിരുന്നു. അതേ കത്തിന്റെ കോപ്പി എടുത്ത് അവരുടെ വീടിന്റെ ആധാരത്തിനൊപ്പവും വെച്ചിരുന്നു. അതുകൊണ്ടാണ് കത്തിന്റെ കാര്യം ഞാൻ നിന്നോട് ചോദിച്ചത്. അയാളൊരു പട്ടാളക്കാരനായിരുന്നില്ലേ? അയാളുടെ വഴിക്ക് പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും. നിന്നോട് മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അജിത്ത് അവരുടെ വീട്ടിൽ തെരഞ്ഞപ്പോൾ ആ കത്തും കയ്യിൽ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മരണം ആത്മഹത്യ എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അപ്പോൾ അനുഗ്രഹ? അറിയില്ല ശക്തി. അവൾ ഈ പാപത്തിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ. വീരന്റെ മിഴികൾ കലങ്ങി. അതിൽ അനുഗ്രഹയോടുള്ള പക നിറഞ്ഞിരുന്നു. കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ ഇരുവർക്കും മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഉറങ്ങിക്കോ. ഇന്ന് ഉച്ചയ്ക്ക് ശക്തി പാലാഴിയിലെ മൂത്ത മരുമകളുടെ പവർ കാണിച്ചെന്ന് അച്ചമ്മ പറഞ്ഞിരുന്നല്ലോ. ആകുലതകളും സമ്മർദ്ദങ്ങളും അകറ്റി വീരൻ ചിരിയോടെ ശക്തിയോട് ആരാഞ്ഞു. തുടരും.